നമ്മൾ നിയമസഭയിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി സംസാരിക്കുന്നു. തത്സമയം. ഏകപക്ഷീയമായി കേരളത്തിൽ സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ്. ഇതാണ് നാം കാണേണ്ടത്. ഇതിലാണ് നമ്മൾ ഒന്നിച്ച് പ്രതിഷേധിക്കണം എന്ന നിലപാട് ഞങ്ങളെടുക്കുകയും കോൺഗ്രസ് അടക്കമുള്ള UDF അഭ്യർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ അതിലങ്ങേയറ്റത്തെ വിമുഖതയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത്. ഇത് സംസ്ഥാന താൽപ്പര്യങ്ങളോടുള്ള മുഖം തിരിഞ്ഞു നിൽക്കലാണ്. സർ, ഇത് അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ആ പോരാട്ടത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം കൂടിയാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. നമ്മുടെ രാജ്യം നേരിടുന്ന പ്രത്യേക ദശാസന്ധി, അതിനെക്കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടതാണ്. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ, മതനിരപേക്ഷത, ജനാധിപത്യം, നമ്മുടെ സംസ്കാരത്തിൽ അന്തർലീനമായ ബഹുസ്വരത, ഇവയെല്ലാം കനത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. അധികാരം കൈയാളുന്നവരുടെ പക്കൽ നിന്നാണ് ഈ വെല്ലുവിളി കനത്ത തോതിൽ ഉയരുന്നത്. സർ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ നാം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളുടെ അടിവേരറക്കുന്ന നയപരിപാടികളാണ് ഇവിടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. നമ്മുടെ ഭരണഘടന, അത് നമ്മുടെ ജനത അവർക്ക് വേണ്ടി നൽകിയ മഹത്തായ ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ അന്തസ്സത്ത ഏതെല്ലാം വിധം ചോർത്താമോ അതെല്ലാം തകൃതിയായി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ചില വിഭാഗങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജനിച്ചു വളർന്ന ദേശത്ത് തന്നെ അന്യരാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവാഹകനായിരുന്ന മഹാത്മാഗാന്ധിക്ക് നേരെ വെടിയുതിർത്ത പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻഗാമികൾ മതത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടാണ് നമ്മുടെ പൊതുമണ്ഡലത്തിൽ പ്രദൂഷണം സൃഷ്ടിക്കുന്നത്, ഒരു മലീമസമാക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നത്. സർ, നമ്മുടെ രാജ്യം ഇപ്പോൾ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ്. കഴിഞ്ഞ 10 വർഷമായി രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ BJP നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി എന്തെല്ലാം രാജ്യത്ത് സംഭവിച്ചു എന്നത് വിശകലനം ചെയ്ത് തെരഞ്ഞെടുപ്പിൽ സമ്മതിദായകർ ന്യായയുക്തമായ തീരുമാനമെടുക്കേണ്ട ഘട്ടമാണിത്. എന്നാൽ ഭരിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാൻ സാധ്യമാകാത്ത സ്ഥിതി ഇവിടെയുണ്ട്. കാരണം അത്രമാത്രം ജനവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനു പകരം രാജ്യത്തെ ജനകോടികൾ ആരാധിക്കുന്ന
ചില ദൈവങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കാനാണ് അവരിപ്പോൾ തയ്യാറാകുന്നത്. സർ, ഇവിടെ നാം കാണേണ്ടത് മതവിശ്വാസം, ഈശ്വരാരാധന, ഇതെല്ലാം ഏത് മതത്തിൽപ്പെട്ട ഒരാളുടെയും വ്യക്തിപരമായ അവകാശങ്ങളിൽപ്പെട്ടതാണ്. സർ, അതിനെ ഹനിക്കുവാൻ ആർക്കും ഒരവകാശവുമില്ല. പക്ഷേ ദൈവങ്ങളെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിഷ്ഠിച്ച് മതവികാരത്തെ സങ്കുചിത രാഷ്ട്രീയത്തിനായി ചൂഷണം ചെയ്ത് വീണ്ടും ഒരിക്കൽ കൂടി ഭരണാധികാരത്തിൽ കടന്നുകൂടാനാണ് സംഘപരിവാർ ശക്തികൾ പരിശ്രമിക്കുന്നത്. ഇവിടെയാണ് നാം കേരളത്തിലെ LDF സർക്കാർ തീർത്തും വ്യത്യസ്തമായി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് മുൻപാകെ വെച്ച പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോ വർഷം കഴിയുമ്പോഴും എത്രത്തോളം നടപ്പാക്കി എന്ന ഒരു നൂതന ജനാധിപത്യ രീതി ഞങ്ങൾ 2017 മുതൽ അവലംബിച്ചു വരികയാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൻ്റെയും നേട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംവിധായകരുടെ അംഗീകാരം നേടുന്നത്. വർഗീയതയും വിഭാഗീയതയും ഏതെങ്കിലും തരത്തിലുള്ള ഭേദചിന്തയും വളർത്തിക്കൊണ്ടല്ല, ആളിക്കത്തിച്ചുകൊണ്ടല്ല. മതനിരപേക്ഷ പൊതുമണ്ഡലത്തെ കാത്തുസൂക്ഷിച്ചിരുന്ന നമ്മുടെ രാജ്യത്ത് ഇത്തരം സ്ഥിതിവിശേഷം കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ രാജ്യത്തെ നാനാജാതി മതസ്ഥരെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് ഭരണാധികാരികൾ. അവരെ മതചടങ്ങുകളിലെ പുരോഹിതരായി അവതരിക്കുന്നത്. മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുകയായിരുന്നു. കേന്ദ്രത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്.